ഇന്ന് സോഷ്യൽ മീഡിയത്തിലെല്ലാം ഒത്തിരി ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് എഫക്റ്റീവ് പാരന്റിങ്. കാരണം ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റിയെയും ബിഹേവിയറിനെയും ഒക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ പാരന്റിങ്. എന്നാൽ പലപ്പോഴും ഗ്രാൻഡ് പാരൻസിന്റെ ഒരു ഇടപെടൽ കാരണം കുട്ടികൾക്ക് നല്ലൊരു പാരന്റിങ് പ്രൊവൈഡ് ചെയ്യാൻ രക്ഷിതാക്കൾ കഷ്ടപ്പെടുന്നുണ്ട്. സ്വന്തം മക്കളെ നന്നായി സ്നേഹിച്ചും ആവശ്യമായ കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്തും വാൺ ചെയ്തും നല്ലൊരു പാരന്റിങ് പ്രൊവൈഡ് ചെയ്തവർ കൊച്ചുമക്കളായപ്പം നേരെ തിരിഞ്ഞ് വളരെ ലിബറലായിട്ട് കുട്ടി ആവശ്യപ്പെടുന്ന എന്തും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. ഫോണിന്റെ ഉപയോഗത്തിലും സ്റ്റഡി ടൈമിലും ഫീഡിങ്ങിലും ഒക്കെ പാരൻസ് സെറ്റ് ചെയ്യുന്ന റൂൾസ് പലപ്പോഴും ഗ്രാൻഡ് പാരൻസ് പൊളിച്ച് കൈ കൊടുക്കാറുണ്ട്. ഈ അടുത്ത് വന്നൊരു കേസാണ്. ഹൈസ്കൂൾ വരെ ഓൾ പാസ് നൽകണം എന്നുള്ള സ്കൂൾ സിസ്റ്റം കൊണ്ട് മാത്രം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാണ് പാരൻസ് കൊണ്ടുവന്നത്. എന്ന ഇഷ്യൂ അതായിരുന്നില്ല, കുട്ടി ഡിസേബിൾഡ് ആയിരുന്നില്ല. എന്നാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിക്ക് 1ാം ക്ലാസ്സുകാരൻ്റെ ബേസിക്സ് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് അമ്മ പറഞ്ഞത്, ചെറുതിലെ തന്നെ കുട്ടിയെ പഠിപ്പിക്കാനിരുത്തുമ്പോൾ കുട്ടിയുടെ കരച്ചിലും ഉമ്മാടിയൊക്കെ കണ്ടിട്ട് ഇത്രയും പഠിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഗ്രാൻഡ് പാരൻസ് വിളിച്ചുകൊണ്ട് പോയിരുന്നു. പിന്നെ പഠിപ്പിക്കാൻ വിളിക്കുമ്പോഴേ കുട്ടി കരച്ചിലും പരാതിയായിട്ട് ഗ്രാൻഡ് പാരൻസിന്റെ മുറിയിലേക്ക് ഓടും. കുറ്റപ്പെടുത്തൽ കേട്ടു തുടങ്ങിയപ്പോൾ അമ്മയും പഠിപ്പിക്കുന്ന കാര്യം വിട്ടു. പല വീടുകളിലും സന്ധ്യാസമയത്ത് പതിവായി നടക്കുന്ന ഒരു കാര്യമാവാം ഇത്. ഗ്രാൻഡ് പാരൻസിന്റെ മനസ്സിൽ കുട്ടി ഇപ്പോൾ ഹാപ്പി ആയിരിക്കണം, വിഷമിക്കരുത്. കുട്ടി കളിക്കേണ്ട പ്രായമല്ലേ എന്നാണെന്നുണ്ടെങ്കിൽ അവൻ കളിക്കുകയും വേണം, ജീവിതത്തിൽ വളരെയും വേണം. പാരന്റിങ്ങിൽ എല്ലാ രീതിയിലും നിങ്ങൾ ഇടപെട്ട് തുടങ്ങുമ്പോൾ പാരൻസ് ശരിക്കും നിസ്സഹായരാണ്. നിങ്ങളുടെ കൊച്ചുമക്കൾ എന്നതിലുപരി നാളെ അവർക്ക് ഈ ലോകത്ത് പലതും നേരിടാനും നേടിയെടുക്കാനും ഉണ്ട്. അതുകൂടി ഓർക്കുക.